തിങ്കളാഴ്ച അനാട്ടമയുടെ സ്പോട്ടിംഗ് ടെസ്റ്റ് ആയിരുന്നു. അതുകഴിഞ്ഞ് എല്ലാവരും ഹോസ്റ്റലിലേക്ക് എത്തിയപ്പോഴാണ് ഒരു സിനിമയ്ക്ക് പോയാലോ എന്ന് ആലോചിച്ചത്. അങ്ങനെ ഹോസ്റ്റലിലുള്ളവരെല്ലാം സിനിമയ്ക്ക് പ്ലാനിട്ടപ്പോൾ പുറത്ത് പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന അശ്വത്തിനെയും അവർ വിളിച്ചു. തീരുമാനിച്ചുറപ്പിച്ച് ടിക്കറ്റുമെടുത്തു. 9:30 ഷോയ്ക്ക് പോകാനെത്തിയപ്പോൾ വണ്ടി നിറയെ ആൾ. 11 പേർ കയറിയപ്പോഴേക്കും വണ്ടി നിറഞ്ഞു. അങ്ങനെയാണ് എന്നാ നിങ്ങൾ വിട്ടോടാ, ഞാൻ ബൈക്കിൽ പിന്നാലെ വരാമെന്ന് അശ്വത്ത് പറഞ്ഞത്. അതിനുള്ളിലേക്ക് തിക്കിക്കയറിയിരിക്കാനൊരുങ്ങിയ ദേവാനോട് നമുക്ക് ഒരുമിച്ച് പോവാം എന്നു പറഞ്ഞ് അവനെയും അശ്വത്ത് ഒപ്പം കൂട്ടി. അങ്ങനെയാണ് കാറിൽ 11 പേരും ബൈക്കിൽ അശ്വത്തും ദേവാനന്ദും യാത്ര തിരിച്ചത്. എന്നാൽ ആ കാർ ഏതാണെന്ന് ശ്രദ്ധിച്ചിരുന്നില്ല. കനത്ത മഴയുണ്ടായിരുന്നതിനാൽ മഴയൊന്ന് തോരാൻ അശ്വത്തും ദേവാനന്ദും വെയിറ്റ് ചെയ്തു. അങ്ങനെ കാറിലുണ്ടായിരുന്നവർ മുന്നിലേക്ക് കയറിപ്പോയി. അവർക്ക് കുറച്ചു പിന്നാലെയാണ് അശ്വത്തും ദേവാനന്ദും തിരിച്ചത്. 8:45 മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ നിന്നും പുറപ്പെട്ടത്. 9:30 ഷോ. കളർക്കോട് എത്തിയപ്പോഴാണ് ഒരു കാർ ബസ്സിലിടിച്ച് കിടക്കുന്നത് കണ്ടത്. ഇറങ്ങി നോക്കിയപ്പോൾ 2 പേരെ കണ്ടു. പക്ഷേ ആളെ മനസ്സിലായില്ല. അപ്പോഴേക്കും ആംബുലൻസ് പാഞ്ഞെത്തിയിരുന്നു. ഷോയ്ക്ക് സമയമായതിനാൽ അശ്വത്തും ദേവാനന്ദും നേരെ തിയേറ്ററിലേക്കും പോയി. എന്നാൽ കൂട്ടുകാരെ അവിടെ കണ്ടില്ല. കുറച്ചുനേരം വെയിറ്റ് ചെയ്തിട്ടും അവർ എത്താതായപ്പോൾ സംശയം തോന്നി. ഫോണിൽ വിളിച്ചെങ്കിലും ആരെയും കിട്ടിയില്ല. ഉടൻ അപകടസ്ഥലത്തെത്തി. എല്ലാവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നറിഞ്ഞു. അങ്ങനെ അവിടേക്ക് ഓടിപ്പാഞ്ഞെത്തി അത്യാഹിത വിഭാഗത്തിലെത്തിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് കൂട്ടുകാർ തന്നെയാണെന്ന് മനസ്സിലായത്. ക്ലാസ് തുടങ്ങിയിട്ട് 1.5 മാസമേ ആയിട്ടുള്ളൂ. പലരെയും പരിചയപ്പെട്ട് വരുന്നതേയുള്ളൂ. മുഹമ്മദ് ഇബ്രാഹിമിൻ്റെയും ആൽവിൻ ഷാജിയുടെയും മൃതദേഹങ്ങളാണ് അപകടസ്ഥലത്ത് നിന്നും കണ്ടതെന്ന് പിന്നീടാണ് മനസ്സിലായത്. 20 ദിവസം മുൻപ് ക്ലാസ്സിലെത്തിയ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിനെ അടുത്ത പരിചയമുണ്ടായിരുന്നില്ല. ആൽവിൻ്റെ മുഖമാകട്ടെ തിരിച്ചറിയാൻ വയ്യാത്ത നിലയിലുമായിരുന്നു. കൺമുന്നിൽ അവർ രക്തത്തിൽ കുളിച്ചു കിടന്നു. ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന് ദുരന്തത്തിന്റെ ആഘാതത്തിൽ ഇടറുന്ന വാക്കുകളോടെ അശ്വത് ഇപ്പോഴും പറയുന്നു. ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥി കോഴിക്കോട് സ്വദേശി അശ്വത്തിന് ആ അനുഭവം പറയുമ്പോൾ അശ്വത്തിന്റെ വാക്കുകൾക്ക് ഇപ്പോഴും വിറയലുണ്ട്. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെ ആലപ്പുഴ കളർക്കോട് ചങ്ങനാശ്ശേരി ജംഗ്ഷന് സമീപമാണ് KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥികളാണ് കാറിലുണ്ടായിരുന്നത്. 11 പേരായിരുന്നു അവർ. ടവേരയിൽ 7 പേർക്കാണ് സാധാരണ സഞ്ചരിക്കാൻ കഴിയുക. പാലക്കാട് ശേഖരിപുരം കാവ് സ്ട്രീറ്റ് ശ്രീവിഹാറിൽ ശ്രീദീപ് വത്സൻ, മലപ്പുറം കോട്ടയ്ക്കലിലെ B ദേവാനന്ദൻ, കണ്ണൂർ വേങ്ങരയിലെ മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ, ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം, ആലപ്പുഴ കാവാലത്തെ ആയുഷ് ഷാജി എന്നിവരാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 11:45 മെഡിക്കൽ കോളേജ് സെൻട്രൽ ലൈബ്രറിക്ക് മുന്നിലെ നടുത്തളത്തിൽ മൃതദേഹങ്ങൾ 45 മിനിറ്റോളം പൊതുദർശനത്തിന് വച്ചു. പിന്നീട് വിദ്യാർത്ഥികളുടെ സ്വദേശങ്ങളിൽ മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു. ശക്തമായ മഴ, കാറിൽ കയറാവുന്നതിലുമധികം യാത്രക്കാർ, വാഹനത്തിന്റെ കാലപ്പഴക്കം തുടങ്ങിയവയാണ് ആലപ്പുഴയിലെ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ച അപകടത്തിന് കാരണമെന്ന് ആലപ്പുഴ RTO AK ദിലു പറഞ്ഞു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.